3 John 1:2. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൻ്റെ 1-2 വാക്യമാണ് ഞാൻ എടുക്കുന്നത്. ഒരധ്യായമേ ഉള്ളൂ. വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചെറിയ ലേഖനമാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോഴത്തേക്ക് യോഹന്നാൻ കുറഞ്ഞത് 95 വയസ്സോളമായിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷമല്ല ഇത്. പല പണ്ഡിതന്മാരും പറയുന്നത് പത്മോസ് ദ്വീപിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എഴുതിയതാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വ്യക്തമായിട്ട് ആരും പറയുന്നില്ല. എങ്കിലും വളരെ പ്രായമായപ്പോൾ എഴുതിയതിട്ടാണ് ഒരു ലേഖനമാണ് യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗയോസിന് എഴുതുന്നത്. അപ്പോൾ തൻ്റെ ശിഷ്യനായിട്ട് ഇതിനെഴുതിയിരിക്കുന്ന ഗയോസിന് എഴുതുകയാണ്, സ്നേഹത്തിൽ എഴുതുകയാണ്. എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ നിർത്താം. അതേപോലെ അത് വളരെ വളരെ, അതായത് യോഹന്നാൻ പറയുന്നത് യു ഷുഡ് ബി പ്രോസ്പെറസ് ജസ്റ്റ് ലൈക്ക് യുവർ സ്പിരിറ്റ് ഈസ് പ്രോസ്പെറസ്. അതായത് ആത്മാവ് ശുഭമാകാതെ മറ്റു കാര്യം ശുഭമാക്കരുത്. ആത്മാവ് ശുഭമാക്കുക എന്ന് പറയുമ്പം അകത്തൊരു ഗൂഢ മനുഷ്യൻ എൻ്റെ ഉള്ളിലുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ഈ അകത്തെ മനുഷ്യനെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ കൂടെ മാത്രമേ കടന്നു വരുന്നുള്ളൂ. ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവേ എന്ന് പറയുന്നത്. പല ആത്മാക്കൾ നേടിയേച്ച് നമുക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെ പറയുന്നെങ്കിലും കർത്താവിൻ്റെ ആത്മാവ്, പിതാവാം ദൈവത്തിൻ്റെ മുൻപിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ജീസസ് സെഡ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. എന്നിൽ കൂടി, അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല. ദൈവം സത്യമാണ് പറയുന്നത് എങ്കിൽ ഇത് അബ്സല്യൂട്ട് ട്രൂത്താണ്. നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്തോട്ടൊരു ആങ്കറിങ്, അതായത് ഞാനത് നങ്കൂരമിട്ടിട്ട് പറയുകയാണ്, ഈ ദൈവം തൻ്റെ പുത്രനെ അയച്ചു തന്നിരിക്കുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ ഉറച്ച ഒരു ആത്മാവ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയണം. വളരെ സിമ്പിളാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10:9 അത് പറയുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ നിർബന്ധം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടോ എന്നുള്ള ഉറപ്പ് പല ക്രിസ്ത്യാനികൾക്കും ഇല്ല. അത് നമ്മൾ ആത്മീക മനുഷ്യരാകാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആത്മാവ്, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിൽ ഐ വിൽ നോ ഇറ്റ്, ഐ ഹാവ് ടു നോ ഇറ്റ്. അത് അവനവനല്ലേ അറിയത്തുള്ളൂ, എല്ലാവർക്കും പറയാനൊക്കത്തില്ല. അപ്പം എനിക്ക് ഉറപ്പ് വരണമെങ്കിൽ വചന അടിസ്ഥാനത്തിൽ പറയുന്നത് ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പുതുസൃഷ്ടിയായി മാറി. നമ്മൾ പുതുസൃഷ്ടിയായി വരുമ്പോൾ നമ്മുടെ അന്തരാത്മാവ്, അതായത് നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നിറയുകയാണ്. ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് പുത്രൻ തമ്പുരാൻ തൻ്റെ ആത്മാവിനെ എല്ലാവർക്കും പകർന്നു തരാനായിട്ട് പോകണം. ഐ വിൽ നെവർ ലീവ് യു എസ് ഓർഫൻ. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായിട്ട് വിടുകയില്ല. അപ്പം ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പറയാനും അത് ഉറച്ച് വിശ്വസിച്ച് പ്രൊക്ലെയിം ചെയ്യാനും ആളുകളില്ല. അതുകൊണ്ട് ഈ ലോക ജനതയിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളായിട്ട്, അത് ക്രിസ്ത്യാനികളിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പുള്ളവരുണ്ട്? കർത്താവ് ചെയ്യാഞ്ഞിട്ടല്ല. സത്യം പറഞ്ഞാൽ ഒരു വിശുദ്ധൻ പറയുന്നത് കേട്ടു, സ്വർഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി വെച്ച് പറഞ്ഞു, എനിക്കൊരു ജീവനുണ്ട് എങ്കിൽ എൻ്റെ റോഡ് മുഴുവനും ഗ്ലാസ് ചില്ലുകൾ കൊണ്ട് നിരത്തി വെച്ചാലും ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ മുട്ടുകുത്തി നടന്ന ഈ രക്ഷിതാവ്, യേശു രക്ഷിതാവാന്ന് വിളിച്ചു പറഞ്ഞ് സ്വീകരിക്കാൻ പരിശ്രമിക്കുമെന്ന്. നമുക്ക് പറയാൻ എളുപ്പമാണ്. ഒരല്പ പ്രയാസം വരുമ്പോൾ നമ്മൾ യേശുവിനെ യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുമോ? നമ്മൾ യേശുവിനെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാറുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കാറുണ്ട്. സ്തുതിപ്പിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കാറുണ്ടോ? പ്രായമായ യോഹന്നാൻ എഴുതുകയാണ്, നിൻ്റെ ആത്മാവ് എത്രമാത്രം ശുഭമായിരിക്കുന്നോ അത്രമാത്രമേ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കത്തുള്ളൂ.
അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ എന്നിലുള്ള ആത്മാവ് ക്ലിയർ അല്ല എങ്കിൽ ഞാൻ പറയുന്നതെല്ലാം വെറുതെയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുന്നില്ല എങ്കിൽ എൻ്റെ വചനത്തിനും ശബ്ദത്തിനും ശക്തിയില്ല. പക്ഷേ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് നിന്നാണ് പറയുന്നത് എങ്കിൽ എല്ലാ ഏരിയയിലും വരുന്നവരുടെ ഹൃദയത്തിൽ ആത്മാവ് പതിയും. ആത്മാവ് പതിയുമ്പോൾ ആത്മീക തലത്തിൽ നിന്ന് ജഡത്തിലേക്കും ദേഹീ തലത്തിലേക്കും ആ ശക്തി പകരും. അങ്ങനെയാണ് വൻകാര്യങ്ങൾ. ഇപ്പം നമ്മൾ നോക്കിയാൽ പിന്നെ പല പഴയ സയൻറ്റിസ്റ്റ്, ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീന് അങ്ങനെയൊക്കെയുള്ളവരെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അവരെല്ലാം ഈ വേദപുസ്തകത്തിന് E=MC² എന്നൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളാണ്. ഈ തോറായിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിസ്കവറീസും ഇൻവെൻഷൻസും യഹൂദന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർക്ക് ആകെക്കൂടെയുള്ള യൂണിവേഴ്സിറ്റി ഇപ്പോഴല്ല, പണ്ട് അവർ ഈ വചനം പഠിക്കുക മാത്രമാണ് അവരുടെ പഠിത്തം. അതിലവർ പഠിച്ച് ഇതിനകത്ത് എല്ലാ രഹസ്യങ്ങളുണ്ട്. ഇത് ബൈബിൾ കോഡ് എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിനകത്ത് നമ്മുടെ പേരും ഉണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. നമ്മുടെ പാർട്ട്ണർ ആരായിരിക്കും എന്ന് പോലും പറയുന്നുണ്ട്. കാരണം യെശയ്യാ 34 അവസാനത്തെ വാക്യം പറയുന്നത്, നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിൻ്റെ തുണ ആരെന്ന് ദൈവം കണ്ടിരിക്കുന്നു. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള തുണ അല്ലെങ്കിൽ ഇണയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈവൻ വാക്യങ്ങൾക്ക് പോലും ഇണ അല്ലെങ്കിൽ തുണ ഉണ്ടായിരിക്കണം എന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. എത്രമാത്രം ആത്മാവ് ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവൻ വെച്ച് പ്രവർത്തിക്കുന്നു. അപ്പം ജീവൻ വെക്കുക എന്നുള്ള പറയുന്ന വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം കൊണ്ട് നിറയ്ക്കുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും കൂടിയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ മനുഷ്യൻ ഭക്ഷിക്കേണ്ടതായ ഭക്ഷണം ദൈവവചനം ആണ്. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഇപ്പം നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ല, 3 നേരം മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും. എന്നാൽ ഈ 3 നേരവും മെഡിസിൻ്റെ കൂടെ അല്ലെ മെഡിസിൻ ഇല്ലാതെ ഈ വചനം വെച്ച് നമ്മൾ ഗുളിക പോലെ അരച്ച് കഴിച്ച് കൊടിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? ചെയ്യത്തില്ല. ഇപ്പോൾ അത് പറയാൻ പോലും എല്ലാവർക്കും മടിയാണ്. കാരണം എന്നാൽ ഈ വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും വലിയതായിട്ടുള്ള രോഗസൗഖ്യം ചെയ്യുന്നവരും എല്ലാം ലാസ്റ്റ് പറയുന്നവർ അവസാന ഘട്ടത്തിൽ പറയും ഈ ദൈവത്തിൽ തന്നെയുള്ളൂ ശക്തിയെന്ന്. എന്നാൽ പിന്നെ ചെറുപ്പത്തിലെ അങ്ങ് ആശ്രയിക്കാമെങ്കിൽ. അപ്പം വചനം അരച്ച് കലക്കി നമ്മൾ കുടിച്ചിട്ട് ഇതിൽ നിന്ന് ജീവൻ പ്രാപിച്ചിട്ട് വേണം മറ്റ് ഏരിയയിലേക്ക്. അല്ലാത്ത ഒന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഇഫ് യു ആർ നോട്ട് സ്റ്റാർട്ടിങ് എനിത്തിങ്, അതായത് നമ്മൾ വിശ്വാസത്തിലല്ല ഒരു കാര്യം തുടങ്ങിയത് എങ്കിൽ അതിന് പ്രസക്തിയില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇതൊക്കെ പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അത് നമ്മൾ തുടങ്ങിയത് ചില നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങി. പക്ഷേ ദൈവത്തോട് ചോദിച്ചിട്ടാണ്. പല കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ദൈവം ചെന്ന് ഇങ്ങോട്ട് ചോദിച്ചു, നീ എന്നോട് ചോദിച്ചിട്ടാണോ അത് ചെയ്തതെന്ന്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ചെയ്തിട്ട് മണ്ടത്തരങ്ങളായതും എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം എല്ലാം കർത്താവിനോട് പറയും വെയിറ്റ് ചെയ്യും, അത് ഞാൻ തിരിച്ചു മാറ്റി കൊണ്ടുവരും. അപ്പോൾ ചോദിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം പിന്നെ വന്നാലും നമുക്ക് യേശുവിനോട് ചോദിക്കാത്തതിനോ നമ്മൾ പിന്നെ സങ്കടം പറയും. കർത്താവ് തുടങ്ങി പിന്നെ കർത്താവ് ഇറങ്ങി വന്ന് സഹായിക്കും. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ പുഷ്ടിയെക്കുറിച്ചാണ് ഈ 3-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമാണ്. ആർക്ക് പറയാം ഞാൻ സകലത്തിലും ശുഭമാണ്? സുഖമായിരിക്കണം, ശുഭവും സുഖവുമായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിൻ്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അതായത് സത്യത്തിൽ നമ്മൾ നടക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് വേറൊരാൾ പറയണം. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മൾക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരെക്കുറിച്ചോ, ഞാൻ അവിടെ പോയിരുന്നവർ അവർ സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും, അവർക്കൊരു ധർമ്മമുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴെന്തുവാ ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു പ്രത്യേക ഒരു മതിപ്പുണ്ടാകത്തില്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ദൈവമാണ് ഒരു വാക്യം പറഞ്ഞതെങ്കിൽ അത് നടക്കുമെന്ന്. പലരും എന്നോട് ടെലിഫോണിൽ കൂടെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ ഒരു വചനം പറയും. പലപ്പോഴും അവർക്ക് തന്നെ ദൈവം വചനം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയും, ദൈവമാണ് ആ വചനം തന്നിരിക്കുന്നത് എങ്കിൽ വേറെ എന്തിനാണ് അവിടെ ഇവിടെയും പോകുന്നത്? അതേ പിടിച്ച് നിൽക്കുക. പിന്നെ ഒരു കാര്യം, ദൈവം ഒരു വചനം അല്ലെങ്കിൽ ഒരു ദർശനമോ ഒരു ഉത്തരമോ തന്നു, അതിന് വിപരീതമായിട്ട് അന്ന് രാത്രിക്ക് മുമ്പ് പിശാച് എന്തെങ്കിലും കൊണ്ടുവരും. അത് അവൻ്റെ ജോലി. പക്ഷെ നമ്മൾ കേട്ടവൻ, അതായത് ഞാൻ കേട്ടത് പറഞ്ഞ ആൾ വിശ്വസ്തനാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കെന്താ, ആ ഉറപ്പ് നമുക്കില്ല. അത് എപ്പോഴും ചഞ്ചലിക്കുന്ന ഹൃദയം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഓട പോലെ, പിന്നെ സ്ഥിരമാനസനല്ല. ഇതൊക്കെ വേദപുസ്തകത്തിലെ
വാക്കുകളാണ്. ഇതൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തും? അപ്പോൾ ഈ യോഹന്നാൻ പറയുകയാണ്, അയ്യോ നിങ്ങളെക്കുറിച്ച് നീ സത്യത്തിൽ, അതായത് ഗയസിനെക്കുറിച്ച് സത്യത്തിൽ നീ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മക്കൾ. യോഹന്നാൻ സ്വന്തം മക്കളൊന്നും എഴുതിയിട്ട് കാണുന്നില്ല, പക്ഷേ എൻ്റെ മക്കളെന്ന് ഇവിടെ നിന്ന് ഉദ്ദേശിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ രക്ഷിക്കപ്പെട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരായിരിക്കണം. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എന്നെ വലിയതായിട്ട് ടച്ച് ചെയ്തൊരു ഭാഗമാണ്. നമ്മുടെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മൾ നിലവിളിയിട്ട് പ്രാർത്ഥിക്കണം. എന്തെല്ലാം നേടിയാലും കർത്താവ് ഇത് ശരിയാകാതെ ബാക്കി ശരിയാകാതെ എൻ്റെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഓരോ നിമിഷം ഈ മുല്ലപ്പൂമണമേറ്റുമടക്കം കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവർ ഉറങ്ങായിരിക്കും, അതായത് ആത്മാവിൽ ഉറങ്ങായിരിക്കും. ഒരു പക്ഷേ അവർ കേൾക്കുന്നില്ല. നമുക്ക് വചനം അയക്കാം. ഇതെടുത്തിട്ട് കർത്താവേ ഞാൻ ഈ വചനം അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വചനം ചെന്ന് കണ്ടുപിടിച്ച് ആ വ്യക്തിയിൽ ചെന്ന് വീഴും. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. പലപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ വചന അടിസ്ഥാനത്തിൽ ഒത്തിരി ആസറ്റ്. അപ്പോൾ അവർ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിട്ട് കഴിയുമ്പം കർത്താവ് പറയും, നീ ആ സ്കൂളിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാൻ പറയും. വലിയ സ്കൂളിലൊക്കെ. അപ്പോൾ ആ കുട്ടി അവിടെ പോയിട്ട് സ്കൂളിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് ആ സ്കൂളിനെ അഭിഷേകം ചെയ്യുമായിരുന്നു. ആ മൂന്ന് ആൺമക്കളായിരുന്നു. 3 ആൺമക്കൾ ഇന്ന് വലിയ പദവിയിലാണ്. അമ്മ മരിച്ചും പോയി. പക്ഷെ അവരിട്ട വിത്തുകൾ ഇന്നും ജീവനായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പം ദൈവത്തിൽ നമ്മുടെ മക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് കേൾക്കുന്ന ഭാഗ്യം ഇന്ന് നമുക്കും നിങ്ങൾക്കും കേൾക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാക്കി തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ് വചനം. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കാൻ അർത്ഥം നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ പ്രായമായ യോഹന്നാൻ എഴുതിയെങ്കിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ ഒന്ന് തട്ടി ഉണർത്തണമേ. ജീവൻ്റെ ആത്മാവ് പകരട്ടെ പകരട്ടെ പകരട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ സ്തോത്രപിച്ച ഞങ്ങളുടെ അനേക ആത്മാക്കളുടെ മേൽ ഇത് ചെന്ന് കൊള്ളുന്നതിനാൽ ദൈവവചനം നേരത്തെ കേട്ടിട്ടുള്ളവരുടെ മേലും ഈ വചനം കിളുത്തു വരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവദൂതന്മാരിറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അനേക പ്രാക്കൾ ഇറങ്ങി വന്നിട്ട് ഈ നെൽമണികൾ, ഈ പറയുന്ന വിത്തുകളെല്ലാം ഓരോ ഭവനങ്ങളിലും ചെന്നിട്ട് തക്ക സ്ഥലത്ത് അത് ഇടിയിപ്പിച്ച് 100 മേനി 60 മേനി 30 മേനി ആക്കുവാൻ തക്കവണ്ണം ദൈവവരത്തോടെ ഇത് കടന്നു ചെല്ലട്ടെ അപ്പച്ച. ഇതിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കണം. ഇത് ജെർമിനേറ്റ് ചെയ്യുന്നതും വളർത്തുന്നതും നടുന്നതും ഫലം കായ്പിക്കുന്നതും പരിശുദ്ധാത്മാവായിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു കൃപയിട്ട് തരണം. എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല കർത്താവേ, എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിവുണ്ട് എന്നുള്ളതിന് പ്രസക്തിയുണ്ട് കർത്താവേ. അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ തുടങ്ങുകയും നിന്നിൽ ഞങ്ങൾ ചരിക്കുകയും നിന്നിൽ പൂർത്തീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ദൈവത്തിൻ്റെ സത്യത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ കൂടുതലൊരു ഭാഗ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ എന്നെ സംഭവിക്കട്ടെ. ഈ വചനം തലമുറയ്ക്ക് ഏത് ഐശ്വര്യവും അനുഗ്രഹമായി മാറട്ടെ അപ്പച്ച. നീ പറഞ്ഞല്ലോ നന്മ ചെയ്താൽ 1000 തലമുറ വരെ കടന്നു ചെല്ലുമെന്ന്. തിന്മ 3 നീ പറയുന്നല്ലോ, 3, 4 ദൈവമേ, ദീർഘക്ഷമയുള്ള ദൈവം ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ ബലഹീനതയും മറന്ന് അടുത്ത തലമുറകളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് അപ്പച്ചൻ അവരുടെ തലയിന്മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിനക്ക് നിൻ്റെ സത്യത്തിൽ ജീവിക്കുന്നു എന്ന് കേൾക്കാനുള്ള ഭാഗ്യം തരുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.